ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് റെഡ്മീൻ്റെ 15 5G എന്ന് പറഞ്ഞൊരു മോഡലാട്ടാ. ഇത് 2025 ആഗസ്റ്റ് 1-നാട്ടാ ഇത് ലോഞ്ച് ആയിട്ടുള്ളത്. നമുക്കിതിൻ്റെ വേരിയൻ്റ് എന്ന് പറഞ്ഞത് 8GB റാം 256GB മെമ്മറി ആട്ടാ. ഇതിൻ്റെ പ്രൈസ് ഏകദേശം വരുന്നത് 67.9 ഒമാൻ റിയാലാണ്. ആൻഡ്രോയിഡ് 15 ഹൈപ്പർ OS 2.2 ആണ് ഇതിൻ്റെ OS വരുന്നത്. ഇതിൻ്റെ ചിപ്പ് സെറ്റ് സ്നാപ്ഡ്രാഗൺ 6S ജനറേഷൻ 3 ആണ്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു ബാക്ക് കേസ് വരുന്നുണ്ട്. ബാക്ക് കേസ് എന്ന് പറയുമ്പോൾ ഇത്തിരി ക്വാളിറ്റി ഉള്ള കേസ് തന്നെയാണ് കേട്ടത്. മിക്ക ഫോണിലും ട്രാൻസ്പെറൻറ്റ് കേസാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിപ്പോൾ ഇത്തിരി ക്വാളിറ്റി ഉള്ളൊരു ബ്ലാക്ക് കളറിലുള്ളൊരു കേസാണ് ഇതിൽ വരുന്നത്. പിന്നെ സാധാരണ പോലെ ചാർജർ, പിന്നെ USB കേബിൾ വരുന്നുണ്ട്. ചാർജറിൻ്റെ വാട്ട് എന്ന് പറയുമ്പോൾ 33 വാട്ടാട്ടോ. ഈ ടൈപ്പ് കളർ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. മിഡ് നൈറ്റ് ബ്ലാക്ക് ഉണ്ട്, ടൈറ്റാൻ ഗ്രേ ഉണ്ട്, റിപ്പിൾ ഗ്രീൻ ആണ്. ഈ ഫോണിൻ്റെ കളർ റിപ്പിൾ ഗ്രീൻ എന്നാണ് കേട്ടോ. നല്ലൊരു ഷൈനിങ് ഉള്ളൊരു കളറാണ്. ഫോൺ കാണാൻ നല്ലൊരു രസമാട്ടോ. ഈ കളറും കൂടി വന്നപ്പോഴും പിന്നെ ആ ക്യാമറേൻ്റെ ഡിസൈനും കൂടി ആയപ്പോൾ ബാക്ക് ഭാഗമൊക്കെ കാണാൻ അടിപൊളി തന്നെയാണ്. സി പോർട്ട് ചാർജറാണ് ഇതിൽ വരുന്നത്. പിന്നെ ഡ്യുവൽ സിം ആണ്, മെമ്മറി കാർഡ് സ്ലോട്ട് എല്ലാതും ഉണ്ട്. പിന്നെ റെഡ്മീൻ്റെ ഒട്ടുമിക്ക മൊബൈലിലുള്ള ഓപ്ഷൻ ഉണ്ട് IR ബ്ലാസ്റ്റ്, അതായത് റിമോട്ട് കൺട്രോളായിട്ട് മൊബൈൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിതിൻ്റെ പ്രൈസ് പറഞ്ഞിട്ടുള്ളത് ഒമാൻ്റെ റേറ്റ് ആട്ടാ. അപ്പോൾ നാട്ടിൽ ഇതിൻ്റെ ഏകദേശം റേറ്റ് വരുന്നത് ഒരു 14,000 രൂപയ്ക്ക് അടുത്ത് എന്തായാലും വരും. അപ്പോൾ ഇത് ജസ്റ്റ് ഫ്ലിപ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഏകദേശം 18 രൂപയുടെ അടുത്തൊക്കെ കാണിക്കുന്നുണ്ട് ഇന്ത്യൻ മണി ആയിട്ടാകുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ വേരിയൻറ്റ് മറക്കണ്ട, 8GB 256GB. ഈ മോഡലിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ 6.9 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡോട്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ IPS LCD ഇതിൽ വരുന്നത് അപ് ടു 144 Hz ഹൈ റീഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ സെക്യൂരിറ്റിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ സൈഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. പിന്നെ AI ഫേസ് അൺലോക്കും ഇതിൽ സപ്പോർട്ടാണ്. പിന്നെ ഈ ഫോണിനെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയാനുള്ളത് 7000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിൽ വരുന്നത്. പിന്നെ അതിൻ്റെ ചാർജർ സപ്പോർട്ടിങ്ങിൻ്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത് 33 വാട്ടാണ്. പിന്നെ നമുക്ക് ഈ ഫോണിൻ്റെ 8GB റാം ആണെങ്കിലും ഒരു 4GB നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും ഇതിൽ പറ്റുണ്ടോ. ഇതിൻ്റെ ക്യാമറേനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ 50 MP ക്യാമറയാണ് ഇതിൻ്റെ മെയിൻ ക്യാമറ വരുന്നത്. ഓക്സിലറി ലെൻസാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ക്യാമറേൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ 50 MP അല്ലേ, അത്യാവശ്യം നോർമൽ ക്വാളിറ്റി തന്നെയുള്ളൂ. ഫ്രണ്ട് ക്യാമറ 8 MP കേട്ടോ ഇതിന് വരുന്നത്. ഫുൾ HD മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ, വേറെ 4K ഒന്നും അതിൽ സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ. മെയിനായിട്ട് ബാറ്ററിക്ക് തന്നെയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചോളൂ കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ് ചെയ്യാൻ മറക്കരുതേ.